ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 148, 149, 150 എന്നീ 3 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലിൻ വിജ്അത്തുൻ ഹുവ മുവല്ലിഹ ഫഅസ്തബിഖുൽ ഖൈറാത്തി ഐനമാ തകൂനു യഅതി ബിക്കുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോ വിഭാഗക്കാർക്കും അവർ തിരിഞ്ഞു നിൽക്കുന്ന ഓരോ ഭാഗമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളിലേക്ക് മുന്നേറുകയാകുന്നു. നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരും. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. വമിൻ ഹൈസു ഹറജ്ത ഫവല്ലി വജ്അക ശത്റൽ മസ്ജിദിൽ ഹറാമി വഇന്നഹു ലൽഹഖു മിൻ റബ്ബിക വമല്ലാഹു ബിആഫിലിൻ അമ്മാ തഅമലൂൻ. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നമസ്കാരവേളയിൽ നിന്റെ മുഖം തിരിക്കണം. തീർച്ചയായും അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. വമിൻ ഹൈസു ഹറജ്ത ഫവല്ലി വജ്അക ശത്റൽ മസ്ജിദിൽ ഹറാമി വഹൈസു മാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജത്തുൻ ഇല്ലല്ലദീന ളലമു മിൻഹും ഫലാ തഖ്ശൗഹും വഖ്ശൗനി വലിഉതിമ്മ നിഅമതി അലൈക്കും വലഅല്ലക്കും തഹ്തദൂൻ. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക്, അതായത് നമസ്കാരവേളയിൽ, നിന്റെ മുഖം തിരിക്കണം. സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കേണ്ടത്. നിങ്ങൾക്കെതിരിൽ ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണിത്. അവരിൽപ്പെട്ട ചില അക്രമികൾ തർക്കിച്ചേക്കാം എന്നത് ഒഴികെ. എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കിത്തരാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കാനും വേണ്ടിയാണിതെല്ലാം. ലോകത്ത് പല മതക്കാരുമുണ്ട്. പൂർവ്വകാലത്ത് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട പല സമൂഹങ്ങളുമുണ്ട്. അവരിൽ പല വിഭാഗങ്ങളും വ്യത്യസ്ത ദിശകളിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. യഹൂദർ പശ്ചിമ ദിക്ക് പ്രാർത്ഥനാ ദിശയായി നിശ്ചയിച്ചത് തൗറാത്തിൽ അങ്ങനെ നിർദ്ദേശിച്ചതുകൊണ്ടല്ല. ക്രൈസ്തവർ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ. ദൈവിക നിർദ്ദേശം കൂടാതെ സ്വന്തം നിലയിലാണ് അവർ കിബില നിശ്ചയിച്ചതെങ്കിലും അതിൽ മാറ്റം വരുത്താൻ അവർ സന്നദ്ധരാകുകയില്ല. അള്ളാഹുവിൻ്റെ വ്യക്തമായ കൽപ്പന പ്രകാരം കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ ആക്ഷേപം പേടിച്ച് അതിൽ മാറ്റം വരുത്തുന്ന പ്രശ്നവുമില്ല. അതിനാൽ കിബില സംബന്ധിച്ച വിതർക്കങ്ങൾ ഒഴിവാക്കി സൽപ്രവർത്തനങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. സദ്വിചാരങ്ങളും ഉത്തമ ചിന്തകളും മഹത്തായ ആരാധനാ കർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം ഹൈറാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥപരിധിയിൽ വരുന്നു. പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു. 21-ാമത്തെ അധ്യായത്തിലെ 90-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും അവർ ഉത്തമ കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുകയും ആശയോടെയും പേടിയോടെയും നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരുമായിരുന്നു. 23-ാമത്തെ അധ്യായത്തിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് ഭയത്താൽ നടുങ്ങുന്നവരും തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കാളിയെ ചേർക്കാത്തവരും രക്ഷിതാവിങ്കലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന ഹൃദയങ്ങളിൽ ഭയമുള്ളതോടൊപ്പം തങ്ങൾ നൽകുന്ന ദാനമെല്ലാം നൽകുന്നവരുമാകുന്നു. നന്മകളിൽ ധൃതിയോടെ മുന്നേറുന്നവർ അവരത്രേ, നന്മകളിൽ മുമ്പേ ചെന്നെത്തുന്നവരും.
സാമൂഹ്യ സേവനം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ ചില സൽപ്രവർത്തനങ്ങളിൽ സത്യവിശ്വാസികളെ പോലെ തന്നെ അള്ളാഹുവിലും പരലോകത്തും വിശ്വാസമില്ലാത്ത ചില ആളുകളും ഏറെ മുന്നേറിയെന്നും വരാം. പക്ഷേ ക്ഷണികമായ ഐഹിക നേട്ടങ്ങളും പ്രശസ്തിയുമാണ് ഇങ്ങനെ മുന്നേറുന്ന വിശ്വാസികൾ ലക്ഷ്യമാക്കുന്നത്. എന്നാൽ പരലോകത്ത് മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും അവരുടെ കർമ്മങ്ങളുടെ കണക്കു നോക്കി പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യനിഷേധികൾ ഈ ലോകത്ത് ചെയ്ത സൽപ്രവൃത്തികളെല്ലാം നിഷ്ഫലമായിരിക്കും. ഇഹലോകത്ത് ചെയ്ത 17-ാമത്തെ അധ്യായത്തിലെ 18-19 വചനങ്ങൾ ഇങ്ങനെയാണ്. ക്ഷണികമായതിനെ ഇഹലോകത്തെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ചു തന്നെ വേഗത്തിൽ നൽകും. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് അവനതിൽ എരിയും. ആരെങ്കിലും പരലോകം ആഗ്രഹിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനായി പരിശ്രമിക്കുകയുമാണെങ്കിൽ അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. വിവിധ കാലങ്ങളിൽ വിവിധ നാടുകളിൽ ജീവിച്ച മുഴുവൻ മനുഷ്യരുടെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ വാക്വിചാര കർമ്മങ്ങളുടെ കണക്കു നോക്കി അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യൽ അള്ളാഹുവിന് ഒട്ടും പ്രയാസമുള്ളതല്ല. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. 18-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ വചനം ഇങ്ങനെയാണ്. പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുകയും തെളിഞ്ഞ നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണുമാറാവുകയും തുടർന്ന് അവരതിൽ നിന്ന്, അതായത് മനുഷ്യനിൽ നിന്ന് ഒരാളെയും വിട്ടുകളയാതെ നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന ദിവസം. 56-ാമത്തെ അധ്യായത്തിലെ 49-50 വചനങ്ങൾ ഇങ്ങനെയാണ്. നീ പറയുക, തീർച്ചയായും പൂർവികരും പിൽക്കാലക്കാരുമെല്ലാം ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ അവധിക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. 2-ാമത്തെ അധ്യായത്തിലെ 149 സൂക്തത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ആവർത്തനം തന്നെയാണ് 2-ാമത്തെ അധ്യായത്തിലെ 150-ൻ്റെ ആദ്യ ഭാഗം. യഹൂദരും ക്രൈസ്തവരും ബഹുദൈവവാദികളും മുസ്ലിങ്ങളിൽ കടന്നുകൂട്ടിയ കപടന്മാരും ഒന്നിച്ച് കിബില മാറ്റത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾ തൊടുത്തുവിടുകയും മുസ്ലിങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എക്കാലത്തും എവിടെ വെച്ചും മുസ്ലിങ്ങൾ നമസ്കരിക്കേണ്ടത് കഅബയുടെ നേർക്ക് തിരിഞ്ഞ് തന്നെയാണെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നതിന് പ്രത്യേക പ്രസക്തിയുണ്ട്. മുസ്ലിങ്ങൾ അറബിയയിലെ കഅബയുടെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ദേശസ്നേഹത്തെ ഇന്ത്യയിലെ സംഘപരിവാർ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഹിന്ദുത്വവാദികളെ പ്രീണിപ്പിച്ചാൽ സമ്പത്തും സ്ഥാനമാനങ്ങളും നേടാമെന്ന് വ്യാമോഹിച്ച് ചുരുക്കം ചില മുസ്ലിം നാമധാരികളും അറേബ്യൻ കിബിലയോട് അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേശീയവാദം തീവ്രമാകുമ്പോൾ മറ്റു നാടുകളിൽ ഇതുപോലെ വിമർശനം ഉയർന്നു വരാനിടയുണ്ട്. അപ്പോഴൊന്നും സത്യവിശ്വാസികൾക്ക് ഇളക്കമുണ്ടാകാൻ പാടില്ല. മദീനയിലോ മക്കയിലോ സ്ഥിരമായി താമസിക്കുമ്പോൾ മാത്രമല്ല, എവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോഴും യാത്രമധ്യേ എവിടെ താവളമടിക്കുമ്പോഴും കഅബയുടെ നേർക്ക് തിരിഞ്ഞു തന്നെയാണ് നമസ്കരിക്കേണ്ടതെന്ന് 149-150 സൂക്തങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം. അള്ളാഹുവെ മാത്രം ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആരാധനാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എക്കാലത്തും എവിടെ വെച്ച് നമസ്കരിക്കേണ്ടത് എന്നത് അള്ളാഹു നൽകിയ സത്യനിർദ്ദേശമാണ്. വാഹനത്തിൽ കിബിലയിലേക്ക് തിരിയാൻ അസാധ്യമാകുമ്പോഴും യുദ്ധത്തിനിടയിൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിക്കൽ അസാധ്യമാകുമ്പോഴും മാത്രമേ ഈ കൽപ്പനയിൽ ഇളവുള്ളൂ. കൃത്യമായ ദിക്ക് വ്യക്തമാക്കാത്ത സന്ദർഭത്തിൽ ഏകദേശ ധാരണ പ്രകാരം പ്രവർത്തിക്കാം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. എന്ന് പറഞ്ഞതിൽ നിന്ന് കിബിലയുടെ കാര്യത്തിൽ നിഷ്കർഷ പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം സ്പഷ്ടമാകുന്നു. ഏത് നാട്ടിലും ഏത് കാലത്തുമുള്ള മുസ്ലിങ്ങൾ മസ്ജിദുൽ ഹറാമിന് നേർക്ക് തിരിഞ്ഞ് മാത്രമേ നമസ്കരിക്കാവൂ എന്ന ആജ്ഞ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞതിന് 3 കാരണങ്ങൾ 2-ാമത്തെ അധ്യായത്തിലെ 150 സൂക്തത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 1. കിബിലയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളെയും ആക്ഷേപിക്കുന്നവർക്ക്
ഇനിമേൽ യാതൊരു ഹുജ്ജത്തും അതായത് ന്യായവും അവശേഷിക്കാതിരിക്കുക. ജനങ്ങൾ തങ്ങളുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന എല്ലാവിധ ന്യായത്തിനും ഹുജ്ജത്ത് എന്ന് പറയാമെങ്കിലും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ബോധനത്തിൻ്റെയും വേദവാക്യങ്ങളുടെയും പിൻബലമുള്ള ന്യായത്തിന് മാത്രമേ ദൈവിക മതത്തിൽ അംഗീകാരമുള്ളൂ. ഇസ്രായേലരും ഇസ്മായിലരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ സന്തതി പരമ്പരയിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ്. ഇസ്രായേലർ ഈജിപ്തിലും ഫലസ്തീനിലുമാണ് അധിവാസമുറപ്പിച്ചത്. ഇസ്മായിലരാകട്ടെ മക്കയിലും പരിസരങ്ങളിലും. യാക്കൂബ് നബി അലൈഹിസ്സലാമുടെ കാലം മുതൽ സുലൈമാൻ നബി അലൈഹിസ്സലാമുടെ കാലം വരെ ഇസ്രായേലർ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചതായി അറിയപ്പെടുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അക്സ സ്ഥാപിച്ചതു മുതൽ യെരുശലേമിൽ നിന്ന് യഹൂദർ അതിനു നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെന്നെങ്കിലും അവരെ ക്രൈസ്തവരോ ആ ആരാധനാലയം സ്ഥിരമായി കിബിലയാക്കിയിട്ടില്ല. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ചു കാലം മസ്ജിദുൽ അക്സയുടെ നേർക്ക് തിരിഞ്ഞ് നമസ്കരിച്ച ശേഷം മസ്ജിദുൽ ഹറാമിനെ അള്ളാഹു സ്ഥിര കിബിലയാക്കിയതിനെ ആക്ഷേപിക്കാൻ യഹൂദർക്കോ ക്രൈസ്തവർക്കോ യാതൊരു ന്യായവുമില്ല. ഇസ്രായേലി പാരമ്പര്യപ്രകാരം ഇസ്മായേലി പാരമ്പര്യപ്രകാരവും ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആരാധനാലയം ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച കഅബ തന്നെയാണ്. മസ്ജിദുൽ ഹറാമിനെ എന്നേക്കുമായി കിബിലയാക്കിയതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമി മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന ബഹുദൈവവാദികളുടെ ആക്ഷേപത്തിന് നിലനിൽപ്പില്ലാതായി കഴിഞ്ഞു. നീതിബോധവും നിഷ്പക്ഷതയുമുള്ള ആർക്കും ഇനി കിബിലയുടെ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ലെങ്കിലും അക്രമികൾ വല്ല ആക്ഷേപവും ഉന്നയിച്ചെന്ന് വരാം. അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ച കാര്യത്തിൽ ആരുടെ ആക്ഷേപവും സത്യവിശ്വാസികൾ പേടിക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ ഹുജ്ജത്ത് അള്ളാഹുവിന് പുറമെ യാതൊന്നിനെയും ഭയപ്പെടാതിരിക്കുക എന്നതാണ്. 6-ാമത്തെ അധ്യായത്തിലെ 80 മുതൽ 83 വരെയുള്ള വചനം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് ഇബ്രാഹിം നബിയുടെ ജനത അദ്ദേഹത്തോട് തർക്കിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവന് പങ്കാളിയാക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അതല്ലാതെ സംഭവിക്കുകയില്ല. എൻ്റെ രക്ഷിതാവിൻ്റെ ജ്ഞാനം സർവ്വകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു. നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ അള്ളാഹുവിന് പങ്കാളിയാക്കിയതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ നിങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവന് പങ്കാളിയാക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ടു കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ? പറയൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന് തൻ്റെ ജനതക്കെതിരിൽ നാം നൽകിയ ഹുജ്ജത്താകുന്നു ന്യായപ്രമാണം. അത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമാകുന്നു. കിബിലയുടെ കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണമായി 2-ാമത്തെ അധ്യായത്തിലെ 150 സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരാൻ വേണ്ടി എന്നാണ്. പ്രവാചകനെ നിയോഗിക്കുകയും വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും മതാധ്യാപനങ്ങൾ വിശദമായി പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു സമൂഹത്തിന് അള്ളാഹു അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം ഇങ്ങനെയാണ്. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവരെ നിങ്ങൾ പേടിക്കരുത്, എന്നെ നിങ്ങൾ പേടിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹു നിറവേറ്റിത്തന്ന അനുഗ്രഹത്തിൻ്റെയും അവൻ തൃപ്തിപ്പെട്ട് നൽകിയ മതത്തിൻ്റെയും പ്രധാന ഭാഗമാകുന്നു മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ അജീവാനന്ദം നിർവഹിക്കുന്ന നമസ്കാരം.
മൂന്നാമത്തെ കാരണമായി പറഞ്ഞത് നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി എന്നാണ്. കിബില മാറ്റം സംബന്ധിച്ച് അമുസ്ലിം വിഭാഗങ്ങളും കപടന്മാരും സൃഷ്ടിച്ചുവിട്ട ആശയക്കുഴപ്പങ്ങൾ നിമിത്തം മുസ്ലിങ്ങളിൽ ചിലർക്ക് തന്നെ ആദർശ വ്യതിയാനം സംഭവിച്ചു. തിന്മയിൽ നിന്ന് നന്മയിലേക്കും നല്ലതിൽ നിന്ന് കൂടുതൽ നല്ലതിലേക്കും വിശ്വാസികളെ നയിക്കുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ധാരണ പിശകുകളാണ് അതിന് കാരണം. എന്നാൽ സംശയവും ചാഞ്ചല്യവും കൂടാതെ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ സ്വീകരിക്കാൻ സന്നദ്ധരായ യഥാർത്ഥ വിശ്വാസികൾ കിബിലയുടെ വിഷയം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ മുഖേന സന്മാർഗ പ്രാപ്തരായി തീർന്നു. 2-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ വചനം ഇങ്ങനെയാണ്: അതുമൂലം ധാരാളം പേരെ അവൻ പിഴവിലാക്കുന്നു, ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അധർമ്മകാരികളെയല്ലാതെ അതുമൂലം അവൻ പിഴപ്പിക്കുകയില്ല.